ലസാനിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. ലസാനിയ ഷീറ്റ് വെച്ചിട്ടല്ല, ബ്രെഡ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ലസാനിയ ഷീറ്റ് നമ്മുടെ കയ്യിലില്ലെങ്കിലും കുഴപ്പമില്ല. ബ്രെഡ് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് തന്നെ ഈ ലസാനിയ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം കുറച്ച് ചിക്കൻ വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 300 ഗ്രാമോളം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1 ടീസ്പൂൺ വരെ കുരുമുളക് ക്രഷ് ചെയ്തതും ആവശ്യത്തിന് ഉപ്പും പിന്നെ ഇത് വേവാൻ വേണ്ടിയിട്ട് ആവശ്യമായ വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ബോണോട് കൂടിയിട്ടാണ് ഞാനിത് വേവിക്കുന്നത്. വെന്തതിന് ശേഷം നമുക്ക് ബോണൊക്കെ മാറ്റി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. ഇതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാനിത് അടുപ്പത്തേക്ക് മാറ്റുകയാണ്. ഒരു 15 മിനിറ്റ് കുറഞ്ഞത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. നന്നായിട്ട് വേവിച്ചതിന് ശേഷം ഇതിൻ്റെ എല്ലൊക്കെ മാറ്റി ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഞാൻ ഈ ചിക്കൻ ഇവിടെ കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിവിടെ മാറ്റി വെക്കാം. എന്നിട്ട് നമുക്കിതിൻ്റെ വൈറ്റ് സോസ് ഉണ്ടാക്കിയെടുക്കാം. വൈറ്റ് സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്തിട്ടുണ്ട്. ഈ ബട്ടർ നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വരണം. 3 ടേബിൾ സ്പൂൺ ബട്ടറാണ് ചേർത്തിരിക്കുന്നത്. ബട്ടർ നന്നായിട്ട് മെൽറ്റായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 3 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ ബട്ടറിന് 3 ടേബിൾ സ്പൂൺ മൈദയാണ് ചേർത്തിരിക്കുന്നത്. ഇനി മൈദ ഈ ബട്ടറിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മൈദയുടെ ആ ഒരു പച്ചമണം മാറിയിട്ട് നല്ലൊരു മണം വരണം. അതുവരെ ചെറിയ തീയിൽ വെച്ചിട്ട് ഇതിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക. ബട്ടറിൽ നമ്മളിങ്ങനെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് മൈദയ്ക്ക് നല്ലൊരു മണം വരാൻ തുടങ്ങും. മൈദ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. പാലൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലൊട്ടും കട്ടയില്ലാതെ നന്നായിട്ട് ഇളക്കിയെടുക്കണം. നമ്മൾ പാലൊഴിച്ച ഉടനെ ഇതിൽ കുറച്ച് കട്ടയുള്ളതുപോലെ നമുക്ക് തോന്നും. അത് കുഴപ്പമില്ല. നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ആ കട്ടയൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വരും. എന്നിട്ട് ഇതിങ്ങനെ തിക്കായിട്ട് വരാൻ വേണ്ടിയിട്ട് തുടങ്ങും. പാല് ചേർത്തൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇത് നല്ല തിക്കായിട്ട് മാറാൻ തുടങ്ങും. ഇത് കണ്ടില്ലേ, നല്ല തിക്കായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഒറിഗാനോ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒറിഗാനോ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിങ്ങനെ കുറച്ച് സമയം ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇത് ഇനിയും കുറച്ചൊന്ന് തിക്കായിട്ട് മാറാനുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിലായിട്ട് വരണം. എങ്കിലേ നമുക്ക് ബ്രെഡിൻ്റെ മുകളിൽ നന്നായിട്ട് ഇത് പുരട്ടാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ. അപ്പോൾ ഈ ഒരു പാകത്തിലായി കഴിയുമ്പോൾ നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റി വെക്കാം. ഇത് കണ്ടില്ലേ, ഈ ഒരു പാകത്തിലാണ് ഇത് ഇരിക്കേണ്ടത്. ഇനിയിപ്പോൾ ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടി തിക്കായിട്ട് മാറും. അത് കുഴപ്പമില്ല. അപ്പോൾ ഇത് നമുക്കിവിടെ അടച്ച് വെക്കാം. എന്നിട്ട് നമുക്ക് ടൊമാറ്റോ പ്യൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് 2 മീഡിയം സൈസിലുള്ള തക്കാളി ഒരു സോസ് പാനിൽ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. അടുപ്പത്ത് വെച്ചിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഈ തക്കാളി നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അതായത് ഈ വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് വരണം. അപ്പോഴേക്കും ഈ തക്കാളിയുടെ തൊലി ഒന്ന് ഇളകാൻ തുടങ്ങും. ആ സമയം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് തക്കാളിയുടെ തൊലി ഇതുപോലെ ഇളകി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത്രയും മതി. ഈ തക്കാളിയുടെ തൊലി ഒന്ന് ഇളകുക മാത്രമേ വേണ്ടൂ. അത്രയും സമയം മാത്രം ഇതൊന്ന് ചൂടാക്കിയാൽ മതി. അപ്പോൾ ഇത് കണ്ടില്ലേ, നന്നായിട്ട് തൊലി ഇളകി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റി വെക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിതിൻ്റെ തൊലി ഇതുപോലെ ഇളക്കിയെടുക്കാം. പെട്ടെന്ന് തന്നെ തൊലി ഇതുപോലെ അങ്ങ് ഇളകി വരും. അതിനുശേഷം ഈ തക്കാളി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. തൊലി കളഞ്ഞിട്ട് വേണം കട്ട് ചെയ്തിട്ട് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഇതുപോലെ രണ്ടാമത്തെ തക്കാളി നമുക്ക് തൊലി കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിലേക്ക് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. 2 തക്കാളിയും ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ടൊമാറ്റോ പ്യൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ലസാനിയക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ മസാല റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഓയിൽ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഈ വെളുത്തുള്ളി ചെറിയൊരു ഗോൾഡൻ കളറാകുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളിയുടെ കളറ് നല്ലോണം ഒന്ന് മാറി വരണം. വെളുത്തുള്ളി ചെറിയൊരു ഗോൾഡൻ കളറായി മാറിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഒരു ചെറിയ സവാള പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് സവാളയും കൂടി ഇതിലേക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കുക. സവാളയുടെയും കളറ് നല്ല മാറി വരണം. അത്ര വരെ നന്നായിട്ട് വഴറ്റുക.
സവാള നന്നായിട്ട് വഴറ്റി കളറൊക്കെ നല്ലോണം മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് കൂടുതൽ സമയം വഴറ്റൊന്നും വേണ്ട, ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. അതിനുശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കനും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. മുളക് പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ച ടൊമാറ്റോ പ്യൂരി ഇതിലേക്ക് ചേർത്തിട്ട് അതും കൂടി ഇതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചിക്കനിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അപ്പോൾ അതിനനുസരിച്ചുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഉപ്പും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്കിവിടെ അടച്ച് വെക്കാം. അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് ഇതിങ്ങനെ വേവിക്കണം. നമ്മൾ ഇതിൽ ചേർത്തിരിക്കുന്ന ടൊമാറ്റോ പ്യൂരിയൊക്കെ ഒന്ന് വെന്ത് വരണം. അതിൻ്റെയൊക്കെ ഒരു പച്ച ചുവ അങ്ങ് മാറിക്കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കുക. 5 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ ചേർത്തിരിക്കുന്ന തക്കാളിയും ടൊമാറ്റോ പ്യൂരിയും ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും 1 ടീസ്പൂൺ ഒറിഗാനോ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചില്ലി ഫ്ലേക്സും ഒറിഗാനോയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ലസാനിയ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിൻ്റെ സാധനങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ച് കഴിഞ്ഞു. അതുപോലെ ഇവിടെ അതിന് വേണ്ടിയിട്ടുള്ള ചീസും ഞാൻ എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇതിപ്പോൾ മൊസറല്ല ചീസും ചെഡാർ ചീസും കൂടി മിക്സ് ആയിട്ടാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. ഏകദേശം 1.5 കപ്പ് ചീസ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മൊസറല്ല ചീസ് മാത്രമേ ഉള്ളെങ്കിൽ അത് മാത്രം എടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. ചെഡാർ ചീസും കൂടി ഉണ്ടെങ്കിൽ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ രണ്ടും ഉണ്ടെങ്കിൽ രണ്ടും മിക്സ് ചെയ്തിട്ട് എടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം മാത്രം എടുത്താലും മതിയാവും. പിന്നെ ഒരു 8 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ബ്രെഡിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്തിട്ടാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ടിന്ന്, ഇവിടെ കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. ടിന്നിൽ ഞാൻ കുറച്ച് ബട്ടർ പുരട്ടിയതിന് ശേഷം മുകളിൽ ബട്ടർ പേപ്പറും വിരിച്ചു കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് ഇളകി കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും ബട്ടർ പേപ്പർ വിരിക്കുകയാണെങ്കിൽ. അപ്പോൾ ഇനി നമുക്കിതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാൻ ബ്രെഡാണ് വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബ്രെഡിൻ്റെ അടിയിൽ കുറച്ച് വൈറ്റ് സോസ് വെച്ച് കൊടുക്കാം, ഒന്നുകൂടി സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ 4 പീസ് ബ്രെഡ് ഈ ടിന്നിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കിയ ചിക്കൻ മസാല ഇതിലേക്ക് ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കാം. ചിക്കൻ മസാലയുടെ ഏകദേശം ഒരു 80% ഞാനിതിലിങ്ങനെ വെച്ച് കൊടുക്കും. ബാക്കി കുറച്ച് മാത്രം അവിടെ ബാക്കി വെക്കും, ലാസ്റ്റ് മുകളിലൊന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചിക്കൻ മസാലയ്ക്ക് മുകളിലായിട്ട് നമ്മൾ ഉണ്ടാക്കിയ വൈറ്റ് സോസ് നിരത്തി കൊടുക്കാം. വൈറ്റ് സോസിൻ്റെ പകുതി മാത്രമേ ഇതിൻ്റെ മുകളിൽ ഇപ്പോൾ ഇടാവും, പകുതി അവിടെ മാറ്റി വെക്കണം. പകുതി വൈറ്റ് സോസ് ഈ ചിക്കൻ മസാലയുടെ മുകളിലേക്ക് നിരത്തി കൊടുക്കാം. എല്ലാ ഭാഗവും ഒരേപോലെ വൈറ്റ് സോസ് ഒന്ന് നിരത്തി കൊടുക്കുക. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചീസിൽ നിന്നും പകുതി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ചീസും എല്ലാ ഭാഗത്തും ഒരേപോലെ എത്തുന്ന രീതിയിൽ നിരത്തി കൊടുക്കുക. പകുതി ചീസ് അവിടെ മാറ്റി വെക്കണം. മുകളിൽ ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഒന്ന് സ്പൈസി ആവാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. വീണ്ടും ബ്രെഡ് നിരത്തി കൊടുക്കാം. ബാക്കിയുള്ള 4 പീസ് ബ്രെഡ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. 4 ബ്രെഡും വെച്ചതിന് ശേഷം നേരത്തെ നമ്മൾ ബാക്കി വെച്ച വൈറ്റ് സോസ് മുഴുവനായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. മുഴുവൻ വൈറ്റ് സോസും ഇതേപോലെ നിരത്തി കൊടുക്കുക. ബ്രെഡിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ വൈറ്റ് സോസ് ഇതേപോലെ പുരട്ടി കൊടുക്കണം. അതിനുശേഷം നമ്മൾ നേരത്തെ ബാക്കി വെച്ച ചീസും ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ബാക്കി വെച്ച മുഴുവൻ ചീസും ഇതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ നിരത്തി കൊടുക്കുക. ചീസ് മുഴുവൻ നിരത്തിയതിന് ശേഷം നമ്മൾ നേരത്തെ കുറച്ച് മസാല ഇവിടെ ബാക്കി വെച്ചിരുന്നല്ലോ, ചിക്കൻ മസാല, അതും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക.
കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ലസാനിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു വലിയ പാത്രം അടുപ്പത്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതേപോലെ പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. നമ്മളിത് സെറ്റ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ ഇതേപോലെ ഒരു വലിയ പാത്രം എടുത്തിട്ട് പ്രീ ഹീറ്റ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് ചൂടായതിന് ശേഷം ഇത് നമുക്ക് ഈ ബേക്കിംഗ് ട്രേ നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. നല്ല നടുവിലായി കിട്ടുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ അതിനുശേഷം നമുക്കിതിവിടെ അടച്ച് വെക്കാം. ഓവനിൽ വെച്ചിട്ടും ഇത് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇതേപോലെ നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് ഇങ്ങനെ ഒരു വലിയ പാത്രം വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഈ പാത്രത്തിൻ്റെ ഉള്ളിൽ ഞാനൊരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വെക്കുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആ സ്റ്റാൻഡിൻ്റെ മുകളിൽ വേണം ഇത് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിവിടെ അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇത് നന്നായിട്ടൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പോൾ നമ്മളിത് ആദ്യം പ്രീ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഫ്ലെയിം കൂട്ടി വെക്കുന്നത് നല്ലതാണ്. അതിനുശേഷം നമ്മളിത് വെച്ചതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിന് ഈ പാത്രത്തിൻ്റെ മൂടിക്ക് ഇതേപോലെ ഹോൾ ഉണ്ടെങ്കിൽ അതൊന്ന് അലൂമിനിയം ഫോയിലോ മറ്റോ വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ലസാനിയ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഈ പാത്രം പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഒരു 10 മിനിറ്റെങ്കിലും പാത്രം പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മളിത് വെച്ചതിന് ശേഷം നമുക്കിത് 20 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ബേക്ക് ചെയ്തെടുക്കാം. 20 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡിയായി കിട്ടും. അപ്പോൾ നിങ്ങളിത് ഓവനിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു അരമണിക്കൂർ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യുക. 200 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ ആദ്യം അരമണിക്കൂർ പ്രീ ഹീറ്റ് ചെയ്യണം. അതിനുശേഷം ഇത് ലസാനിയ വെച്ചിട്ട് വീണ്ടും ഒരു അരമണിക്കൂർ ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇതിലാണെങ്കിൽ നമുക്കിപ്പോൾ 20 മിനിറ്റ് മതിയാവും. അപ്പോൾ അത്ര വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. 20 മിനിറ്റിന് ശേഷം നമുക്ക് ഈ പാത്രം തുറന്ന് നോക്കാം. നമ്മുടെ ലസാനിയ നന്നായിട്ട് ബേക്ക് ആയിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഇതിൻ്റെ സൈഡ് നോക്കുമ്പോൾ കാണാൻ പറ്റും, കുറച്ച് ചെറിയൊരു ബ്രൗൺ കളറിലാണ് ഇരിക്കുക. അങ്ങനെ ആ ഒരു പാകത്തിലായിട്ട് കിട്ടണം. അതേപോലെ നമ്മൾ തൊട്ട് നോക്കുന്ന സമയത്ത് അതിൻ്റെ സൈഡിൽ നിന്നും ഇളകി വരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇത് റെഡി ആയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. ചെറിയൊരു ബ്രൗൺ കളർ സൈഡിലൊക്കെ ആയിട്ടും ഉണ്ടാവും. ഇത് ഇളകി വരാനും തുടങ്ങും. അപ്പോൾ നമ്മുടെ ലസാനിയ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് അടുപ്പത്തുനിന്ന് മാറ്റുകയാണ്. നമുക്കിത് നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. ചൂടോട് കൂടി കഴിക്കാൻ ഇത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിത് ചൂടോട് കൂടിയിട്ട് തന്നെ കട്ട് ചെയ്തിട്ടൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. കണ്ടില്ല എന്ത് ഭംഗിയായിട്ടാണ് ഇരിക്കുന്നത് അറിയില്ല. ലസാനിയ ഷീറ്റ് ഇല്ലാതെ തന്നെ നമുക്ക് നല്ല സൂപ്പറായിട്ട് വീട്ടിലിത് ഉണ്ടാക്കിയെടുക്കാം. ബ്രെഡ് വെച്ചിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ സൂപ്പർ ലസാനിയ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടോട് കൂടിയിട്ട് നമുക്കിത് കഴിച്ച് നോക്കാം. കഴിക്കുന്നതിന് മുന്നേ മുകളിൽ കുറച്ചുകൂടി ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. ഒരു എരിവിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് ചൂടോട് കൂടിയിട്ട് കഴിച്ച് നോക്കാം. അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ചീസി ആയിട്ടുള്ള ലസാനിയ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് കുറച്ച് ചീസും ബ്രെഡും ഉണ്ടെങ്കിൽ വീട്ടിൽ വളരെ സിമ്പിളായിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതേപോലെ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്